So hi guys, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് ആണോ എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഒരാൾ എൻ്റെ വീട്ടിലോട്ട് വരികയാണ്. ഞങ്ങളൊരു 1 ഇയറിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയുന്നത് നമ്മൾ വരുന്നുണ്ടെന്ന്. സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആവാം. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇത്ര എക്സൈറ്റഡ് എന്ന്. അതെന്ന് വെച്ചാൽ ഗൈസ്, ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളൊരു 11 ഇയേഴ്സ്, ഈ 2026 ആയപ്പോൾ ഞങ്ങൾ 11 ഇയേഴ്സ് ആയിട്ടോ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട്. പക്ഷെ അതിൽ ഞങ്ങൾ കണ്ട ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ഈ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കോളേജിലോട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതിന് ശേഷം കാണലൊക്കെ കുറവാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് സെക്കൻഡ് ലാസ്റ്റ് ബർത്ത്ഡേക്ക്, അതായത് 2024 എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അവൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 25 ആയപ്പോഴത്തേക്കും അവൾക്ക് എക്സാം ആയിട്ട് വരാൻ പറ്റിയില്ല. സോ അതിന് ശേഷം ഇന്നാണ് ഗൈസ് കാണാൻ പോകുന്നത്. 2026 ജനുവരി 10th, സെപ്റ്റംബർ 8, 2024 ശേഷം. സോ അതിൻ്റെ ആ ഒരു ത്രില്ലും എനിക്കുണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഒരു വർഷത്തിന് ശേഷം ഒന്നുകൂടെ കാണുന്നത്. അപ്പോൾ സോ അതിൻ്റേതായ കുറേ എക്സൈറ്റ്മെൻറ്റ്സ് ഉണ്ട് എനിക്ക്. കാരണം ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ അവൾ തിരിച്ച് മാംഗ്ലൂരിലേക്ക് പോവുക. അപ്പോൾ അവളുടെ കോഴ്സ് കഴിയാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു എപ്പോഴാണ് വരണമെന്നൊന്നും അറിയാനായി. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. തൊട്ടടുത്ത പള്ളിയെ പാടിട്ടേക്കും അതിൻ്റെയാ. സോ അപ്പോൾ മാക്സിമം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊരു ഇത് അവളുടെ കൂടെ. അപ്പം അതുകൊണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് അവൾ വരണതും ഞങ്ങൾ ഒരുപാട് സംസാരിക്കാൻ. ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറയാനെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും അവളും ലൈക്ക് ഇത്രയും ഇയേഴ്സ് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷമാണെങ്കിലും അതിന് മുമ്പാണെങ്കിൽ ഒത്തിരി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഈവൻ കോളേജിൽ പോലും. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് നോക്കി ഇവിടെ പോലത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇവിടെ പോലെ. പക്ഷേ ടൈം പോകുന്നതനുസരിച്ച് ഇത് പ്രൂവ് ദാറ്റ് ആർക്കും അവളാവാൻ പറ്റില്ല ഇൻ മൈ ലൈഫ്. സോ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ജസ്റ്റ് ഒരു ഫോൺ കൂടെ അപ്പുറത്ത് കാണും. പക്ഷേ ഫോർ മീ ഷീസ് എ ബ്ലൂ മൂൺ ഫ്രണ്ട്. അതായത് എപ്പോഴും ഡെയിലി ടെസ്റ്റ്, ഡെയിലി കോള്, ഡെയിലി മീറ്റിങ്സ് ഒന്നുമില്ല. ചിലപ്പം 1 ഇയർ ഇതേ കണക്ക് ഇയേഴ്സ് ഗ്യാപ്പ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഓക്കേർഡ്നെസ്സോ ഞങ്ങൾക്ക് ആ സാധനമോ ഇല്ല. ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ അങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. നമുക്ക് ഡ്രസ് മെറ്റീരിയൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ട്രാൻസിഷന്